നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാം വട്ടം ലോകത്തിൻ്റെ അതായത് അമേരിക്കയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു ലോകത്തിന് സമാധാനം കൊണ്ടുവരും എന്നുള്ള കാര്യം. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയുടെ പരമോന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലോട്ടെത്തുന്നു. വലിയ തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞത് ലോകത്തിനൊരു യുദ്ധം പോലും ഉണ്ടാവില്ല, ലോകത്തിൻ്റെ സമാധാന ദൂതനായി താൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും. മാത്രമല്ല അമേരിക്കയുടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മാഗ ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ദേഹം ജനങ്ങളോട് മുമ്പോട്ട് വെച്ച പല കാര്യങ്ങളിലൊന്നാണ് അമേരിക്ക വേണ്ടാത്ത ഇടങ്ങളിൽ ഇനി പോയി യുദ്ധം ചെയ്യില്ല എന്നുള്ള കാര്യം. കാരണം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയി യുദ്ധം ചെയ്തു അമേരിക്ക വലിയ തരത്തിൽ നഷ്ടമുണ്ടായി. അമേരിക്കയുടെ കുറേ ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും അവിടെ വെച്ച് പോകുന്നു എന്നുള്ളതിനപ്പുറം ഒരുപാട് നാവികരുടെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, പൊലിഞ്ഞു എന്നതിനപ്പുറം അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല പോളിസികളിൽ നിന്നും താൻ പിന്മാറും എന്നുള്ള കാര്യം അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നു. മാത്രമല്ല സാമ്പത്തികമായി അമേരിക്കയെ മുൻപന്തിയിലെത്തുക എന്നുള്ള പല ലക്ഷ്യങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാഗ ക്യാമ്പയിൻ കൊണ്ടുവന്നത്. ഇത് അമേരിക്കയിൽ വലിയ തരത്തിലുള്ള പ്രീതി നേടുകയും അദ്ദേഹം രണ്ടാം വട്ടം വീണ്ടും നമുക്കറിയാം ഒന്നാം വട്ടം അദ്ദേഹം തോറ്റപ്പോൾ ജോ ബൈഡൻ പ്രസിഡൻ്റ് ആവുകയും അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുകയും താൻ ഈ പറഞ്ഞ പോലെ വൈറ്റ് ഹൗസ് വിട്ട് പോവില്ല എന്നുള്ള പിടിവാശി പിടിക്കും. അത് വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധിയിലോട്ട് അമേരിക്ക പോവുകയൊക്കെ കണ്ടെന്നാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലാതെ മാറിക്കൊടുക്കുന്നു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നു, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നു, വീണ്ടും ട്രംപ് അധികാരത്തിലേക്കുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങളൊന്നായിരുന്നു ഇത്. അപ്പോൾ ഈ മാഗ ക്യാമ്പയിനിങ് പൊളിഞ്ഞെന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള അദ്ദേഹം അന്ന് കൊടുത്ത പല വാഗ്ദാനങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് വിപരീതമായിട്ടാണ് ലോകത്തിൻ്റെ മൊത്തം പോക്ക്, പ്രത്യേകിച്ച് അമേരിക്കയുടെ പോക്ക്. കാരണം നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള വിള്ളൽ പ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. മാത്രമല്ല ഇറാൻ ആക്രമിച്ചപ്പം അദ്ദേഹം ആദ്യം ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ആവശ്യപ്പെട്ടത് നാറ്റോ അംഗരാജ്യങ്ങളോടായിരുന്നു, പക്ഷേ അവരാരും സപ്പോർട്ട് ചെയ്തില്ല. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഒറ്റപ്പെട്ടു എന്നുള്ളത്. കാരണം ഇസ്രായേലിൻ്റെ വാക്കും കേട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നു. പെട്ടെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ബ്രിട്ടൻ അടക്കമുള്ള എല്ലാ നാറ്റോ രാജ്യങ്ങളും തൻ്റെ കൂടെ പുറകിലുണ്ടാവും, ഒരു പേടിയും പേടിക്കാനില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ട്രംപ് യുദ്ധത്തിലോട്ട് ഇറങ്ങിച്ചില്ല. മാത്രമല്ല അക്കാലത്ത് 6 മാസം മുമ്പ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്ത ഏറ്റവും വലിയ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ വെറും 2 ആഴ്ച, ഒരാഴ്ച മുതൽ മാക്സിമം 2 ആഴ്ച അതിനുള്ളിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഇറാനെ തകർത്ത് തരിപ്പണമാക്കാനും ഇല്ലായ്മ ചെയ്യാനും പറ്റും എന്നുള്ള വാക്കായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയെ ഇല്ലാണ്ടാക്കാൻ പറ്റി. മുജ്തബ ഖമനയ്ക്കെതിരെ യുദ്ധം പുറപ്പെടുവിക്കാനും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പരിക്കേൽപ്പിക്കാനും IRGCയുടെയും മറ്റവരുടെ സയൻറ്റിസ്റ്റിനെയൊക്കെ ഒരുപാട് നേതാക്കന്മാരെ കൊല്ലാനൊക്കെ സാധിച്ചു. പക്ഷേ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ് പോലെ മഡൂറോയെ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ ആ രാജ്യത്തെ പിടിച്ച് കീഴടക്കിയതുപോലെ ഇറാനിൽ പറ്റും എന്നുള്ളൊരു തോന്നൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് വെറും വിഫലം മാത്രമായിരുന്നു. കാരണം ഇറാൻ്റെ ഒരു സ്ട്രക്ചർ, പരമോന്നത നേതാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആളിലോട്ട് പോകും. ഇത്തരത്തിൽ വീണ്ടും കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ IRGCയിലോട്ടായിരിക്കും പൂർണ്ണമായി യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പോവുക. അവരെന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരിലേക്ക് സാധനം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായി തീരുമാനിക്കാം എപ്പോൾ യുദ്ധം ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യണം, ആർക്കെതിരെ യുദ്ധം ചെയ്യണം. അപ്പോൾ അത് അമേരിക്കയുടെ കൈവിട്ട് പോകും. അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർ പ്രത്യക്ഷമായി യുദ്ധത്തിലൊന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇസ്രായേലും അതുപോലെ തന്നെ സൗദി അറേബ്യയും ദുബായും കുവൈത്തും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്കായിരിക്കും വലിയ തരത്തിൽ നാശനഷ്ടം ഉണ്ടാവുക. മാത്രമല്ല ഇവർക്ക് സേഫ്റ്റി കൊടുക്കുന്ന ഉറപ്പ് കൊടുത്ത് അവിടെ ബേസുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കക്ക് വലിയ തരത്തിൽ തിരിച്ചടിയാകും. അത്തരത്തിലുള്ള തിരിച്ചടി മാത്രമേ അമേരിക്കക്ക് ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ ലോകത്തിൻ്റെ മൊത്തം വിശ്വാസ്യത, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ അറേബ്യൻ രാജ്യങ്ങളുടെ വിശ്വസ്തനായ ട്രംപിന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു റിപ്പോർട്ട്, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് കുറഞ്ഞത് 45 MQ-9 റേപ്പർ സർവൈലൻസ് ആൻഡ് സ്ട്രൈക്ക് ഡ്രോണുകൾ നഷ്ടമായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ നഷ്ടത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞപ്പെട്ടാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കലുള്ള ആകെ MQ-9 ഡ്രോണുകളുടെ ശേഖരത്തിൻ്റെ 1/4, അതായത് ഏകദേശം 25% വരും ഈ വലിയ നഷ്ടം എന്നുള്ളതാണ് സത്യാവസ്ഥ. മാത്രമല്ല ഇത് വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം കൂടിയാണ് അമേരിക്കക്ക് വരുത്തിയിട്ടുള്ളത്. ഡ്രോണുകൾ നഷ്ടപ്പെട്ട വഴി അമേരിക്കയ്ക്ക് ഏകദേശം $1.3 ബില്യൺ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിപ്പം ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13,000 കോടി രൂപയോളം വലിയ നഷ്ടം MQ-9 ഡ്രോണുകളിൽ മാത്രം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നുള്ളതും 5 മുതൽ 6 കോടി വരെയാണ് ഇവയുടെ ഒരു MQ-9 ചിലവ്. അതായത്
MQ ഡ്രോണിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 കോടിയാണ്. അതേസമയം ഇറാൻ ഉണ്ടാക്കുന്ന അവരുടെ പല ഡ്രോണുകൾക്കും ഏകദേശം 10,000-ൻ്റെയും 25,000-ൻ്റെയും താഴെ മാത്രമേ ഉള്ളൂ. അപ്പം ഇറാൻ്റെ ഒരു ഡ്രോണിനെ അടിച്ചിടാൻ വേണ്ടി അമേരിക്ക മുടക്കുന്നത് ഏകദേശം കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ അത് വലിയ തരത്തിലുള്ള ഏകദേശം 13,000 കോടിയോളം രൂപ അമേരിക്കയ്ക്ക് MQ-9 ഡ്രോണിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഇതല്ലാണ്ട് അവരുടെ ഒരുപാട് ഫ്ലൈറ്റ് പോയിട്ടുണ്ട്, ഹെലികോപ്റ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി അമേരിക്കക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഹോർമൂസ് കടലെടുക്ക്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് മുകളിൽ വെച്ച് ഇറാൻ വെടിവെച്ചിട്ടു അതുകൊണ്ടാണ് ഇതൊക്കെ തകർത്തത് എന്നുള്ളതും മറ്റു ചില ഡ്രോണുകൾ നിയന്ത്രിക്കുന്നതിൽ തമ്മിലുള്ള ആശയവിനിമയത്തിലെ അപാകതകൾ കാരണമൊക്കെയാണ് തകർന്ന് വീണത് എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വന്നായിരുന്നു. മാത്രമല്ല അമേരിക്ക ഇപ്പം ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം യുദ്ധത്തിൽ നിന്നും പിന്മാറുള്ള അമേരിക്കയെ പ്രധാനമായി പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് ആയുധത്തിലുണ്ടായ വൻ നഷ്ടമാണ്. കാരണം സാമ്പത്തികമായ നഷ്ടം ഒരു ഭാഗത്ത്, മറുവശത്ത് ഇനിയൊരു യുദ്ധം പെട്ടെന്ന് വേറെ രാജ്യത്തോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക കയ്യിൽ ആയുധങ്ങളില്ലാണ്ടായി. ഏകദേശം അമേരിക്കയുടെ ആയുധത്തിൽ 85% അവരുടെ പാട്രിയോട്ട് പോലെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നു. അത് വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളുടെയും കോൺട്രാക്റ്റ് കൊടുക്കുന്നു. ഇത്തരത്തിലോട്ട് പോകുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ട്. കാരണം വലിയ നിരീക്ഷണ ശേഷി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇത്തരം ഡ്രോണുകളാണ് ഇന്ത്യയും അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 2029 ഏകദേശം 31 MQ-9 റീപ്പർ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ 45 മുതൽ 50 ഡ്രോണുകൾ തകർന്നു വീണെടുത്ത് ഇവയുടെ യഥാർത്ഥ ശേഷിയെക്കുറിച്ചും അതുപോലെ തന്നെ യുദ്ധമുഖത്തെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചും ഇന്ത്യ വലിയ സംശയങ്ങൾ ഇതോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കൻ യുദ്ധങ്ങളുടെ ഒരു കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ വലിയ സൈനിക ശേഷിയുള്ള അമേരിക്കയുടെ ആയുധങ്ങളുടെ കാര്യക്ഷമതയും ഇത്തരത്തിലുള്ള വലിയ കാര്യക്ഷമതയുള്ള ആയുധങ്ങളാണ് എന്നാണ് അമേരിക്ക എക്കാലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തെളിവാക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ അമേരിക്കൻ ഡ്രോണുകൾക്കൊന്നും വലിയ കഴിവില്ല എന്നുള്ളത്. ഇമ്രാനെ പോലുള്ള ഒരു ലോക്കൽ രാജ്യത്തിന് അമേരിക്കയെ പോലുള്ള ലോകരാജ്യത്തിൻ്റെ ഡ്രോണുകളെ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ള തരത്തിലെല്ലാം റിപ്പോർട്ടുകളും തെളിവുകളും നമുക്ക് മുമ്പിലോട്ട് വരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന കാര്യം ഇറാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യ സന്ദർശനത്തിന് വരുന്നു എന്നുള്ളതാണ്. ബ്രിക്സിൻ്റെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയിലെത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ നമ്മൾ വായിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യക്ക് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സുഹൃത്ത് കൂടിയാണ്. കാരണം ഇറാനിലെ ചബാഹർ പോർട്ടിൽ നമ്മളൊരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നിക്ഷേപിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് തന്നെയാണ്. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കപ്പെടേണ്ടത് ഇന്ത്യയുടെ കൂടി ഒരു ബാധ്യതയാണ്. കാരണം ഇതിന് കൂടാതെ തന്നെ അമേരിക്കൻ ഡോളർ ഒഴിവാക്കി പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ചുള്ള ഒരു സാമ്പത്തിക വിനിമയം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 11 അംഗരാജ്യങ്ങളുള്ള ബ്രിക്സ് രാജ്യങ്ങൾ സജീവമായി ചർച്ച നടക്കുന്നുണ്ട്. ഇവർ ഡോളറിന് സമാന്തരമായി മറ്റൊരു രൂപയെ കൊണ്ടുവരും എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇത് അമേരിക്കയ്ക്ക് വലിയ തരത്തിൽ തിരിച്ചടിയാവും. കാരണം ലോകത്തിൻ്റെ മൊത്തം ആശയവിനിമയങ്ങളും വ്യാപാര കച്ചവടങ്ങളും അതുപോലെ തന്നെ ആയുധ ഇടപാടുകളും എല്ലാം നടക്കുന്നത് അമേരിക്കയുടെ ഡോളറിനെ പ്രതിനിധീകരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കൻ ഡോളറിന് സമാന്തരമായി അതിനെ ഇല്ലാണ്ടാക്കാനും ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു കറൻസി തുടങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൂടാതെ തന്നെ ഇത് ഇപ്പോൾ പറയാനുള്ള കാര്യം, ബ്രിക്സിൻ്റെ അടുത്ത അധ്യക്ഷ സ്ഥാനം വരുന്നത് ചൈനയ്ക്കാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന നീക്കമാണ്. കാരണം ബ്രിക്സിലൊരു അംഗം കൂടിയാണ് ചൈന. അതുകൊണ്ട് ചൈന ഇനീഷ്യേറ്റീവ് ചെയ്ത് പുതിയൊരു കറൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും കാരണം ചൈനയെ വലിഞ്ഞു മുറുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാൻ ആക്രമിച്ചത്. കാരണം ചൈനയ്ക്ക് വരുന്ന നല്ലൊരു ശതമാനം, ഏകദേശം ഒരു 30 മുതൽ 40% ക്രൂഡ് ഓയിൽ വരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. ഇറാൻ ആക്രമിച്ചതോടുകൂടി അതില്ലാണ്ടാക്കി. മാത്രമല്ല ഏകദേശം 80%, 60 മുതൽ 80% വരുന്ന ക്രൂഡ് ഓയിലുകൾ ഈ പറഞ്ഞ പോലെ നിക്കോളസ് മഡൂറോയുടെ വെനസ്വേലയിൽ നിന്നായിരുന്നു. അതും അമേരിക്ക പിടിച്ച് കീഴടക്കി. അങ്ങനെ സാമ്പത്തികമായിട്ടും ചൈനയ്ക്ക് കിട്ടേണ്ട പല സാധനങ്ങളും അമേരിക്ക പല ഭാഗത്തു നിന്നും തടഞ്ഞു വെച്ചു. ഒരു നേരിട്ടുള്ള യുദ്ധമല്ലെങ്കിലും വാണിജ്യ
യുദ്ധത്തിലോട്ട് കാര്യങ്ങളെല്ലാം പോകുന്നു. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഭാഗമായി ആഗോള വിപണിയിൽ വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. അമേരിക്കയ്ക്കുണ്ടായ ഈ വലിയ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടത്തോട് ആഗോള വിപണിയും ലോക ക്രമവും എങ്ങനെ ഇനി പ്രതികരിക്കും എന്നുള്ള തരത്തിലെല്ലാം ലോക വിദഗ്ധരും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരെല്ലാം പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ടുവരുന്നുണ്ട്, മുമ്പോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ട്രംപ് നേരിടുന്ന വെല്ലുവിളികളും വളരെ വലുതാണ്. യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ നേരിട്ട രാജ്യമായി അമേരിക്ക മാറുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വാർത്തകൾ പുറത്തു വരുന്നതനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ എതിർപ്പുകൾ നേരിടാൻ തുടങ്ങി എന്നുള്ള തരത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കടക്കം, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 2 വർഷം മാത്രമേ ഉള്ളൂ, 2 പ്രാവശ്യം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റുള്ളൂ. കാരണം അമേരിക്കൻ ഭരണഘടന പ്രകാരം അങ്ങനെയാണ്. പക്ഷേ ആ ട്രംപിന് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആര് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇനിയും നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ പാർട്ടിക്ക്, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിലോട്ടെല്ലാം കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ലോകത്തിൻ്റെ മൊത്തം ക്രയവിക്രയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താകും പശ്ചിമേഷ്യയിൽ നടക്കുക എന്നുള്ള വലിയ ചോദ്യചിഹ്നം ആകാംക്ഷയോടെ കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, അതായത് ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഇതോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഹോർമൂസ് ഇറാൻ്റെയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെയോ അല്ല, അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം, ഉത്തരവാദിത്വം, അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ ഓണർഷിപ്പ് അമേരിക്ക ഏറ്റെടുത്തു എന്നുള്ള തരത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇതിന് മറുപടിയായി ഇറാനും പരസ്യമായി രംഗത്ത് വരുന്നു. അപ്പം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന രീതിയിലോട്ട് പോകുന്നു. അതിനിടയിൽ പാകിസ്ഥാൻ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ അമ്പേ പരാജയപ്പെടുന്ന രീതിയിലോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്നാണ് ഇനി ഇന്ത്യയുടെ എൻട്രി എന്താകും എന്നുള്ളത്. പ്രത്യേകിച്ച് മസൂദ് പെഷഷ്കിയാൻ ഇന്ത്യയിലോട്ട് വരുമ്പം അത് സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതും, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയെ കൊണ്ടേ സാധിക്കുമോ, കാരണം അമേരിക്കയോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഇറാനോടും ഒരുപോലെ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളോടും നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു അതേ ഐഡിയോളജി ഇന്ത്യ എക്കാലത്തും കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും നല്ല തരത്തിലുള്ള ബന്ധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈ യുദ്ധത്തിൽ ഇടപെടുമോ എന്നുള്ളതും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല മോദിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ ഒരു ക്രെഡിറ്റ് ആയിരിക്കും. കാരണം ലോകത്തിൻ്റെ മൊത്തം പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ആയിരിക്കും ഇത്. മാത്രമല്ല വരുന്ന ഇലക്ഷനുകളിൽ സ്വാഭാവികമായിട്ടും നിലവിൽ നിൽക്കുന്ന CJPയുടെ പ്രതിഷേധങ്ങളെ പോലും മറികടന്ന് അദ്ദേഹത്തിന് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റും. മാത്രമല്ല RSSന് വരെ അദ്ദേഹത്തിന് തടയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളതും വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും പശ്ചിമേഷ്യയിലെ ഗതിവിധികൾ എന്നുള്ളതും, ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.